ഗായ്സ്, അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ട്രിപ്പ് പോവുകയാണ് കേട്ടോ. വേറെ ഇടയ്ക്കൊന്നുമല്ല, നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം 12:50 നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയ്ക്കൊരു ബസ്സുണ്ട്. ആ ബസ്സിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 12:15 കൊരട്ടിയിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കും കിട്ടിയായിരുന്നു. അപ്പോൾ ബസ് കിട്ടുമെന്ന് നല്ല സംശയമായിരുന്നു. അപ്പോൾ കൊരട്ടിയിലൊക്കെ ഉള്ള ബ്ലോക്കിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ബസ്സൊക്കെ കിട്ടി. പിന്നെ ഇങ്കുവാവേനെയും കൊണ്ട് 3-4 മണിക്കൂർ ബസ് യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനുള്ള പരിപാടിയായിരുന്നു. ഇങ്കുവാവ എങ്ങനെ സഹകരിക്കും, എങ്ങനെ ഇരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നല്ലോ. പക്ഷേ ഇങ്കുവാവ സൈലൻ്റ് ആയിരുന്നു, വൈബ് മോഡായിരുന്നു. എന്താ പറയുക, നല്ല കുട്ടിയായിട്ടിരുന്നു അത് തന്നെ വേണം പറയാൻ. അങ്ങനെ കാട്ടിലേക്ക് കയറിയപ്പോൾ നമ്മളൊക്കെ കൂടി പ്രതീക്ഷിച്ചത് ആന ഇറങ്ങണം, ആനേനെ കാണാം. ഇങ്കുവാവയാണെങ്കിൽ ആനയുടെ വലിയൊരു ഫാനായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമുക്ക് വണ്ടി നിർത്തിയൊക്കെ തന്നു, ഒന്ന് ടീ ബ്രേക്കിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചായ കുടിച്ചില്ല, മായാണ് കേട്ടോ മേടിച്ചത്. പക്ഷെ അത് ഇങ്കുവാവ കഴിച്ചില്ല. ഇങ്കുവാവയ്ക്ക് ഞാൻ ചുമ്മാ സ്ട്രോയിലൊന്ന് വെച്ച് കൊടുക്കുക ചെയ്തോളൂ. നമ്മൾ എന്ത് കഴിച്ചാലും ഇപ്പോൾ ആ പുള്ളിക്കാരിക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളൊന്ന് ചുമ്മാ തൊടിയിച്ചാൽ മതി, അപ്പോൾ ആ സാധനം അങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ വലിച്ചു കുടിക്കാനൊന്നും അറിയാൻ പാടില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നിറയെ കരിങ്കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ കരിങ്കുരങ്ങന്മാരെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. നോർമൽ കുരങ്ങന്മാരൊന്നും അധികം അങ്ങനെ കണ്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്കുവാവ കണ്ട പൊളിയായിരുന്നു, ഡാൻസൊക്കെ കളിച്ചാണ് ഞങ്ങൾ പോയത്. പിന്നെ ഈ എന്താ പറയുക, വെള്ളം ഒഴുകുന്ന ഒരു പാലം നമുക്ക് എടുക്കാൻ പറ്റില്ല, പാലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത്. ആ പാലം ഷൂട്ട് ചെയ്ത് നമ്മുടെ പുലിമുരുകൻ സിനിമ ഷൂട്ട് ചെയ്ത പാലമില്ലേ, അതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ നമുക്ക് വണ്ടി അവരിടയ്ക്ക് നിർത്തിയൊക്കെ തരും സ്ഥലം കാണാനൊക്കെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ മലക്കപ്പാറ എത്തി. ഇവിടെ സ്റ്റേ ചെയ്യാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടെ അധികം കാണാനൊന്നും സ്ഥലമില്ല, ഒരു ചെറിയ ഗ്രാമം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ വന്ന ചീനിക്കാസ് ബസ്സിന് കയറി വാൽപ്പാറയ്ക്ക് പോയി. നമ്മുടെ KSRTC ബസ്സിന് നമ്മൾ ടാറ്റൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഈ ബസ്സിൽ ഭയങ്കര പാട്ടൊക്കെ ആയ കാരണം എനിക്ക് ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വാൽപ്പാറ എത്തി കഴിഞ്ഞപ്പോൾ എന്തോ ഉള്ളിലേക്ക് കയറി റൂം എടുക്കാൻ തോന്നില്ല, ടൗണിൽ തന്നെയായിട്ട് റൂം എടുക്കാനാണ് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടു. അങ്ങനെ റൂമിൽ വന്ന വഴി തന്നെ ഇങ്കുവാവ ആദ്യം ബെഡിക്കിടൊക്കെ നടന്നു. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതെന്ത് സംഭവം എന്നറിയില്ല. പക്ഷേ വീഡിയോ എടുത്തിട്ട് കാണുന്നത് കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ആളന്ന് അനങ്ങാണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ ഞാൻ ഇങ്കുവാവയും അവിടെ നിന്ന് കുറച്ച് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ റൂമിൻ്റെ തന്നെ ബാൽക്കണി ഭാഗമുണ്ട്, അവിടേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മ്ലാവൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മ്ലാവിനെ കാണാൻ പറ്റി, നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല തേയിലത്തോട്ടവും പിന്നെ അതിൽ കൂടെ ഒരു ചാല് പോലെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തിയേ. നല്ല തണുപ്പ്. മേളിൽ നല്ല കോടയുണ്ട് കേട്ടോ. അതിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇരുട്ടാനും കാണാൻ പറ്റില്ല. നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. തണുത്തിട്ട് വെള്ളം വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നു. കുഞ്ഞാവേനെ ഞാൻ അതുകൊണ്ട് കൈയൊക്കെ ഉള്ള ഒരു ബനിയൻ, ഇച്ചിരി കട്ടിയുള്ള ബനിയനാണ് കേട്ടോ. സെറ്റർ ഉണ്ട്, സെറ്റർ വെച്ചിട്ടില്ല, വലിയ തണുപ്പില്ല. നമ്മളെടുത്ത റൂം കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് ഇച്ചിരി ടൗണിലേക്ക് നടക്കാൻ പറ്റും. ഇച്ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മൾ ടൗണിൽ നിന്ന് ഇറങ്ങിയാകുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം. പക്ഷേ ചെറിയ രീതിയിൽ നല്ല സൈലൻ്റൊക്കെ ആയിട്ടുണ്ട്, അധികം തിക്കും തിരക്കൊന്നുമില്ല കേട്ടോ. തണുപ്പ്. നമ്മൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയത് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഒരു മ്ലാവിനെ കണ്ടു. മ്ലാവിനെ കാണാൻ പറ്റിയിട്ടാ. ഇവിടെ വന്നിട്ട് തേയിലത്തോട്ടം, നമ്മുടെ റൂമിൻ്റെ ബാക്കിലുള്ള തേയിലത്തോട്ടത്തിൻ്റെ അവിടെ വെച്ച് ഒരു മ്ലാവിനെ കാണാൻ പറ്റി. ആനേനെ കാണാൻ പ്രതീക്ഷിച്ചെങ്കിൽ ആനനെ കണ്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ വാൽപ്പാറ ടൗണിലൊക്കെ നമ്മുടെ അത്രയും എന്താ പറയുക, സിറ്റി അല്ലല്ലോ, വലിയ സിറ്റി ഒന്നും അല്ലല്ലോ. എന്നാലും തിരക്കുണ്ടോയെന്ന് വെച്ചാൽ തിരക്കുണ്ട്, എന്നാലും വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഒരു നൂഡിൽസ് ആയിരുന്നു മേടിച്ചായിരുന്നു. പിന്നെ ഇങ്കുവായ്ക്ക് എനിക്കുമായിട്ടൊക്കെ നെയ് റോസ്റ്റായിട്ടാണ് കഴിച്ചായിരുന്നു. പിന്നെ ആദ്യം നൂഡിൽസ് വന്നുകൊണ്ട് ഇങ്കുവ അതിൽ കിടന്ന് കുറേ വാരാനൊക്കെ നോക്കിയായിരുന്നു കേട്ടോ.
പിന്നെ നെയ് റോസ്റ്റ് വന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, അത് മറന്നു പോയി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിക്കണമല്ലോ, അങ്ങനെ ഒരു കേക്ക് പീസും പിന്നെ ക്യാൻറ്റീനും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയി. പിന്നെ വഴി സൈഡിൽ ഇങ്ങനെ ഫിഷും ചിക്കനും ഒക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോക്ലേറ്റ് മേടിക്കാൻ കയറി കേട്ടോ. എന്തായാലും വാൽപ്പാറ വരെ വന്നു, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് പോകണ്ടേ. നല്ല ചോക്ലേറ്റ് നോക്കി മേടിച്ച് അങ്ങനെ നമ്മൾ ലാസ്റ്റൊക്കെ മേടിച്ച് റൂമിലെത്തി. ചെറിയൊരു കേക്ക് കട്ടിങ് പ്രോഗ്രാം പോലെ നടത്തി. കുറേ പ്രാവശ്യം ടേക്ക് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മെഴുകുതിരി ഊതി. അപ്പോൾ വെട്ടം മൊത്തത്തിൽ നിന്ന് മെഴുകുതിരി ഊതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. ഗുഡ് മോർണിംഗ്. ഒരു 8 മണി എങ്ങാണ്ടായി ഞങ്ങൾ എഴുന്നേറ്റ വഴി തന്നെ ബാൽക്കണിയിലോട്ട് പോയി നോക്കിയപ്പോൾ തന്നെ നല്ലൊരു കീരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സാധാ നമ്മുടെ നാട്ടിലെ കീരിക്കൊന്നും ഈ കളറല്ലല്ലോ, ഒരു ബ്രൗൺ ഒരു കാപ്പിപ്പൊടി കളർ കീരിയായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം കുളിച്ച് റെഡിയായി റൂം വെക്കേറ്റും ചെയ്തു. പിന്നെ 12 മണിക്കാണ് നമുക്ക് ബസ്സുള്ളൂ, കാരണം മലക്കപ്പാറയിലേക്ക്. പിന്നെ ഇടയ്ക്ക് മലക്കപ്പാറയിലേക്ക് ബസ്സില്ല. അപ്പോൾ ചീനിക്കാസ് എന്ന് പറയുന്ന ബസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഷോളയാർ ഡാം കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ തിരിച്ചു പോകാൻ വഴിക്കുവാണെങ്കിലും ഗോവ ബസ്സിൽ അലമ്പൊന്നും ഉണ്ടാക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ടാറ്റയൊക്കെ തന്നിരുന്നു. അങ്ങനെ പോകുന്ന വഴി പുളിയിലപ്പാറയിലെത്തി കഴിഞ്ഞപ്പോൾ 2 ചീനിക്കാസിനെയും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. നമ്മൾ വന്ന ചീനിക്കാസും തലേദിവസം നമ്മൾ പോയ ചീനിക്കാസും, അവർ 2 കൂട്ടരെയും നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാ ബൈ ബൈ.